നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. സിനിമാ വാരഫലത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വഞ്ചനയിൽ ചതി പാടില്ല എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട നെടുമുടി വേണുചേട്ടനാണ്. ആ പക്ഷക്കാരനാണ് ഞാനും. വഞ്ചിച്ചോ, പക്ഷെ അതിൽ പിന്നെ ചതി കാണിക്കരുത്. പലതരത്തിലുള്ള പീഡനങ്ങൾ സിനിമയിലുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എല്ലാവരും സത്യവാന്മാരാണ്, എല്ലാവരും മാന്യന്മാരാണ്, ആ അഭിപ്രായമൊന്നും എനിക്കില്ല. സിനിമാ രംഗത്ത് പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട്. ഒരു ചാൻസ് ഒപ്പിച്ചു തരാം. കണ്ടും കേട്ടുമൊക്കെ നിന്നോളണം. നാളെ വളർന്ന് മഞ്ജു വാര്യരാകുമ്പോൾ നമ്മളെ മറക്കരുത് എന്ന് പറഞ്ഞ് റൂമുകളിൽ കൊണ്ടാക്കി കൊടുക്കുന്ന ചില മാമ്മമാരെ എനിക്കറിയാം. ഒരുപാട് കുട്ടികളെ അങ്ങനെ കൊണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടൊക്കെ മോക്കറിയാമല്ലോ. മോളൊന്ന് കണ്ണടച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും എന്ന് ഉപദേശിക്കുന്ന അമ്മമാരും ചേച്ചിമാരും ഉണ്ട്. ഇനിയില്ല, അങ്ങനെ ഒരമ്മയും ചെയ്യില്ല, ഒരു ചേച്ചിയും ചെയ്യില്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാനും മോളും എന്തിനും റെഡിയാണ് സാർ. പക്ഷേ എൻ്റെ മോളെ ചതിക്കരുത്, ഒരു വേഷം തന്ന് സഹായിക്കണം, അങ്ങനെ പറയുന്നവരുണ്ട്. 2 പടത്തിൽ തല കാണിച്ചാൽ സിനിമ നടി എന്ന ലേബലിൽ പറയുന്ന കാശ് മണ്ടന്മാരിൽ നിന്നും വാങ്ങി കിയ കാറും 2-3 കോടി വിലയുള്ള ഫ്ലാറ്റുമൊക്കെ വാങ്ങി നമുക്ക് അന്തസ്സായി ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട്. ചുമ്മാ ബെഡായി പറയുന്നതല്ല. മദ്രാസ് സെൻട്രലിൽ ഇറങ്ങിയിട്ട് അവിടെ നീളത്തിൽ ഓട്ടോയിലിട്ടേക്കും കൊള്ളയടിക്കുന്നവന്മാരാണ് തമിഴന്മാർ. അപ്പം നമ്മളൊരു ഓട്ടോയിൽ കയറി പോകാനായിട്ട് ചെല്ലുകയാണെങ്കിൽ നമ്മൾ മലയാളിയാണ് എന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ ഒരു മടിയുമില്ലാതെ ആ ആട്ടോക്കാരൻ ചോദിക്കും, റിലാക്സ് പണണമാ സാർ എന്ന് കേൾക്കും. റിലാക്സ് പണണം എന്ന് നമുക്കൊരു തോന്നലുണ്ട് എന്ന് അവന് തോന്നിയാൽ അപ്പോൾ അവൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് സാർ മലയാള പെണ്ണ് എന്ന് പറഞ്ഞ് കാണിച്ചു തരും. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും, ടേംസ് ആൻഡ് കണ്ടീഷനെല്ലാം പറയും. ഉച്ചവരെ ഇത്ര, വൈകുന്നേരം വരെ ഇത്ര, രാത്രിയും കൂടെ ഉണ്ടെങ്കിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞാൽ അവൻ അതിൻ്റെ കണക്കുകളൊക്കെ പറയും. ഒരു മടിയില്ല അവന്. അങ്ങനെ ഫോട്ടോകൾ കാണിക്കുന്നതിൽ ഒരാൾ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വന്ന ശേഷം മലയാള സിനിമയിൽ ഒരുപാട് പേര് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു അഭിനേത്രിയുടെ ഫോട്ടോ ഈ മദ്രാസിലെ ആട്ടോക്കാരന്മാരെ കയ്യിലുണ്ട്. കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. റിലാക്സ് பண்ணണമെങ്കിൽ അവൻ കൃത്യമായിട്ട് ആ സ്പോട്ടിൽ കൊണ്ടാക്കി തരും. ആട്ടോ ചാർജും പിന്നെ അവിടെ നിന്ന് എന്തോ കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട്, നമ്മളിന്നും വാങ്ങിക്കും. ഏതാവത് താ സാർ എന്ന് പറഞ്ഞ് വാങ്ങിക്കും. സാറേ, അഭിമാനമാണ് സാറേ വലുത്. എൻ്റെ മോളെ കഷ്ടപ്പെട്ട് നൃത്തമൊക്കെ പഠിപ്പിച്ച് ഒരു അഭിനേത്രിയാക്കി മാറ്റണം എന്ന് ആഗ്രഹിച്ചു ഞാൻ. പക്ഷേ ഞങ്ങളുടെ മാനം വിറ്റ് ഈ കോപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന അന്തസ്സുള്ള അമ്മമാരും ഉണ്ട്. മോള് ചെറുതല്ലേ സാറേ, സാറിൻ്റെ മോളാകാനുള്ള പ്രായം പോലും അവൾക്കായിട്ടില്ല. നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം സാർ എന്ന് പറയുന്ന ഹതഭാഗ്യരായ അമ്മമാരുമുണ്ട്. ദേഹത്ത് തൊട്ടപ്പോൾ കോപ്പിലെ സംവിധായകൻ നിർമ്മാതാവ് എന്ന് നോക്കാതെ പടയെന്ന് ചെകിട്ടത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് പോടാ വട്ടി, വീട്ടിൽ ചെന്ന് നിൻ്റെ അമ്മയോ പെങ്ങളെയോ അങ്ങനെയുള്ള ആരെങ്കിലും ദേഹത്ത് കയറി പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ നല്ല നട്ടലിനുറപ്പുള്ള പെമ്പിള്ളരും മലയാളത്തിലുണ്ട്. ഇപ്പോൾ സാംസ്കാരിക നായകനായി കാൽമുട്ടിന് താഴെ വരെയുള്ള ജുബ്ബയൊക്കെ ഇട്ട് അധികാര ശ്രേണിയിലൊക്കെ കയറി പറ്റിയിട്ട് ഇവൻ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശ്വസിച്ച ഒരു എന്താ പറയുക, പമ്പര വിഡ്ഢിയായ എന്നേ ഞാൻ പറയുള്ളൂ ഒരു സഖാവ് സ്വന്തം മകളെ ഈ അലവലാതിയെ വിശ്വസിച്ച് ഈ പുല്ലൻ്റെ ശിഷ്യയാക്കി വിട്ടു. ഞാനങ്ങനെ പറയുള്ളൂ. ഇവന് ഒരു 100% ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണെന്ന് വിശ്വസിച്ച
ആ പെൺകുട്ടിയുടെ തന്തയെ ഞാൻ പൊട്ടാനെന്നേ പറയുക. അപ്പോൾ വിശ്വസിച്ച് മോളെ കൊണ്ടുവന്ന് ശിക്ഷയാക്കി. കേരളത്തിലല്ലാത്തതിനാൽ ഗുരുവും ശിഷ്യയും ഭാര്യയും ഭർത്താവിനെയും പോലെ ആ പടം തീരുന്നവരെ പൊറുതി നടത്തി. ഹണിമൂൺ ട്രിപ്പ് പോയതുപോലെ തോന്നിയാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് പടം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിയുകയും ചെയ്തു. പിരിഞ്ഞപ്പോൾ ഈ പറഞ്ഞ സഖാവായ തന്തയോട് സത്യത്തിൽ എനിക്ക് പരമപുച്ഛം തോന്നി. അതെനിക്ക് മാത്രമേ തോന്നിയിരിക്കാൻ സാധ്യതയുള്ളൂ. ആ തന്തയ്ക്ക് പോലും തോന്നിക്കാണില്ല. തന്ത അറിഞ്ഞിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ രണ്ട് പറ്റിക്കണമായിരുന്നു അവന്. പോട്ടെ, ഇവിടെ ഇട്ട് തന്നെ ഈ പുല്ലന് രണ്ടടി കൊടുക്കട്ടെ അണാ എന്ന് ചോദിച്ച് കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ആ സിനിമയിൽ വർക്ക് ചെയ്ത, ആ യൂണിറ്റിൽ വർക്ക് ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നെ വിളിച്ചിരുന്നു. അണാ അവന് ഇവിടെ ഇട്ട് തന്നെ രണ്ട് കൊടുക്കട്ടെ, നമ്മുടെ ഒരു പാർട്ടിയുടെ ഒരു വലിയ സഖാവിൻ്റെ മകളെയാണ് അണാ ഇവൻ ഇങ്ങനെ ഇവിടെ പൊറുതിയാറ്റ് കഴിഞ്ഞ 40 ദിവസം പൊറുതിയാറ്റ് വെച്ചിരുന്നത്. അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നാണ്, പകൽ ഗുരുവും ശിക്ഷി. ഞാൻ പറഞ്ഞു, വെറുതെ നിങ്ങൾ വേറൊരു സ്ഥലത്ത്, കേരളത്തിൽ പോലും അല്ല, പ്രശ്നങ്ങൾക്ക് പോകണ്ട. കാരണം ആദ്യം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ചിലപ്പോൾ പെൺകുട്ടിയായിരിക്കും. അതുകൊണ്ട് വേണ്ട, വിട്ടേക്ക് എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇടി കൊടുത്തന്നെ സത്യത്തിൽ. വേഷം തരാം, ഐശ്വര്യ റായിയാക്കാം, സംവിധാനം പഠിപ്പിക്കാം, ഒരു മീര നായരാക്കാം, മേക്കപ്പ് തരാം, നാളത്തെ പട്ടണ റഷീദാക്കാം എന്നൊക്കെ പറഞ്ഞ് കൂടെ കിടത്തിയിട്ട് പറ്റിക്കെങ്കിലും ചെയ്യരുത്, പറഞ്ഞത് ചെയ്തു കൊടുക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. എടാ, നീ അവളുടെ എല്ലാം ചാരിത്രം കവർന്നെടുത്തു, പക്ഷെ പറ്റിക്കരുത്. ഈ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യണം. നിന്നെ മേക്കപ്പ് ഏരിയയാക്കാന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഏരിയയാക്കണം, നായികയാക്കാന്ന് പറഞ്ഞാൽ നായികയാക്കണം. അല്ല, നിന്നൊക്കെ ഒരു സംവിധാനം ചെയ്യാനുള്ള ഒരു നിർമ്മാതാവിന് പിടിച്ചു തരാമെന്ന് പറഞ്ഞാൽ പിടിച്ചു കൊടുക്കണം. പക്ഷേ നേരത്തെ പറഞ്ഞാൽ വഞ്ചനയിൽ ചതി കാണിക്കരുത്. ഇങ്ങനെ പറ്റിക്കുമ്പോഴാണ് ഈ നാറിയ വാർത്തകൾ പലതും പുറത്തു വരുന്നത്. അതാ പറഞ്ഞത്, ചതിയിൽ വഞ്ചന പാടില്ല. എന്തായാലും തലയും എന്താ പറയുക, വാലും തലയും ഇല്ലാതെ, തലയും എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്തായാലും വാലും തലയും ഇല്ലാതെ വ്യഭിചാരകഥകൾ പറയുന്നത് എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ല, കാരണമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സകലകലാ വല്ലഭനായ, നമ്മളൊക്കെ ആരാധനയോടെ കാണുന്ന ബാലചന്ദ്ര മേനോനും നടൻ ജയസൂര്യയും ഈ രണ്ടു പേർക്കും എതിരെ പീഡന കേസെടുത്തല്ലോ, വ്യഭിചാര കേസെടുത്തല്ലോ. തെളിവിൻ്റെ അഭാവത്തിലും സാക്ഷിയായി കൊണ്ടുവന്നവർ തന്നെ പരാതിക്കാരിക്ക് എതിരെ ആയതിനാലും കട്ടയും ബോർഡും പടക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. 17 വർഷം മുമ്പ് 2008 ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് പീഡിപ്പിച്ചെന്നാണ് ഒരു സ്ത്രീയുടെ പരാതി. മുകേഷ് അടക്കം മലയാള സിനിമയിലെ കുറേ പേരിൽ ഇതേ കേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പാവം അതിജീവിതയാണ് മലയാള സിനിമയിൽ. ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കുണ്ട്, അടൂർ ഗോപാലകൃഷ്ണ സാറടക്കം കുറച്ച് പേര് കാണും. എൻ്റെ പേരും കാണാൻ വഴിയില്ല. ബാക്കി ഏതാണ്ട് എല്ലാവരുടെ പേരിലും പരാതി കൊടുത്തു. ഇനി കൊടുക്കാൻ പോണ പുതിയ ലിസ്റ്റിൽ മോഹൻലാലിൻ്റെ പേരും ഉണ്ടെന്നൊക്കെയാണ് പത്രക്കാരോട് പറഞ്ഞത്. എന്തായാലും ജയസൂര്യയുടെ പേര് കൊടുത്തിരുന്ന പരാതി വായിച്ചാൽ ഇവനൊരു കാമഭ്രാന്തനാണെന്ന് തോന്നും. ആര്? ജയസൂര്യ. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലാണ് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുത്തപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഏതെങ്കിലും ഒരു ഓഫീസിലോ ഏതെങ്കിലും ഒരു മുറിയിലോ കയറാൻ പാടില്ല എന്ന കർശന ഉപാധികളോടെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുറ്റത്ത് ചിത്രീകരിക്കാൻ പെർമിഷൻ കൊടുത്തത്. ശുചിമുറിയിലിട്ട് പീഡിപ്പിച്ചു എന്നാണ് കേസ്. നമ്മൾ ആലോചിക്കുക, എന്തൊരു നാറ്റ കേസെന്ന് ആലോചിക്കുക. മൂത്രമൊഴിക്കുക, മലമൂത്ര വിസർജനം നടത്താൻ പോകുന്ന മുറിക്കകത്തിട്ട് ജയസൂര്യ പോലൊരു പയ്യൻ ഒരു തള്ളയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കടന്നുപോയി എന്ന് ഞാൻ പറയും. ഏത് ശുചിമുറിയിൽ വെച്ചാണ് പീഡിപ്പിച്ചത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ പീഡിപ്പിച്ചവർക്ക് തന്നെ അറിഞ്ഞൂടാ ഏത് മുറിയെന്ന്. അതിലൊരു കുഴപ്പം കൂടെ, വേറൊരു ടെക്നിക്കൽ കുഴപ്പം കൂടെ പറ്റി. ആ പഴയ ശുചിമുറിയും എല്ലാം ഇടിച്ചു നിരത്തി അവിടെ വനം വകുപ്പ് മന്ത്രിയുടെ ആരുടെ ഓഫീസോ എന്തോ ആക്കി മാറ്റി. അപ്പം 1ാമത്തെ നിലയിലാണോ 2ാമത്തെ നിലയിലാണോ 3ാമത്തെ നിലയുടെ അടിയിലാണോ ബാത്റൂമെന്ന് ഈ പീഡിപ്പിച്ച സ്ത്രീക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല പോലീസിന്. അങ്ങനെ അത് കുളമായി. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും ജയസൂര്യയും പരാതിക്കാരിയും ദേ ഇങ്ങോട്ട് നോക്കിയതിൽ അഭിനയിച്ചു എന്നത് മാത്രമാണ് തെളിവ്. അതുപോരല്ലോ ഒരു കേസെടുക്കാൻ. അങ്ങനെ ആ കേസ് ചാപിള്ളയായി. ബാലചന്ദ്ര മേനോൻ വർഷങ്ങളായി തലസ്ഥാനത്ത് താമസിക്കുന്ന
സിനിമയ്ക്ക് വേണ്ടി താമസിക്കുന്ന ഹോട്ടൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ബാലചന്ദ്ര മേനോൻ ഈ പറയുന്ന ഇങ്ങോട്ട് നോക്കിയുടെ കാലത്ത് ആ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. പക്ഷേ പരാതിക്കാരി ആ ഹോട്ടലിൽ വന്നതിന് ഒരു തെളിവുമില്ല. ഉപദ്രവിച്ചതിൻ്റെ സാക്ഷിയായി പരാതിക്കാരി പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് ഈ പരാതിക്കാരി പറയുന്നത് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പോലീസിന് കൊടുത്ത മൊഴി. അങ്ങനെ അതിൻ്റെയും കട്ടയും പടവും മടങ്ങി. ഇനി കോടതി പറഞ്ഞാൽ മാത്രം കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിൽ നിന്ന് പഠിക്കേണ്ടവർ പഠിക്കൂ, പഠിക്കാത്തവർ ഇനിയും ഇതുപോലെ നാറും എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്തത് മനോജ് കെ ജയൻ്റെ ഒരു സങ്കടം കണ്ട കഥയാണ്. കർക്കശക്കാരനായിരുന്നു ചവറ വി പി നായർ. എന്നാൽ ഭാര്യ വിജയലക്ഷ്മി നർമ്മഭാഷണവും സൗഹൃദവും വിടർന്ന ചിരിയും ഒക്കെയുള്ള ആളായിരുന്നു. വിജയലക്ഷ്മി അമ്മയെ പരിചയപ്പെട്ട ജീവിതത്തിൽ നമ്മൾ അവരെ മറക്കില്ല. മക്കളെ എന്ന് വിളിക്കുന്ന സ്നേഹം. എനിക്ക് തോന്നുന്നു വിജയലക്ഷ്മി അമ്മയിൽ നിന്നായിരിക്കണം കൽപ്പനയ്ക്കും ഉർവശിക്കും ഒക്കെ ഈ ഹ്യൂമർ സെൻസ് കിട്ടിയത്. നാടകരംഗത്ത് ഒന്നുമാകാതെ പോയപ്പോൾ 5 മക്കളെയും കൂട്ടി ഭാഗ്യം തേടി കോടമ്പക്കത്തേക്ക് കളം മാറ്റി. ഭാര്യയും ഭർത്താവും കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു വിജയലക്ഷ്മി അമ്മ പോക്കുമില്ല, അരവിന്ദൻ്റെ പോക്കുമില്ലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ചവറ വി പി നായർ ചേട്ടൻ കോളിലൊക്കെ അടക്കമുള്ള സിനിമകളിലുണ്ട്. കുറേ ഡോക്ടറായിട്ടും ജഡ്ജായിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മക്കൾ സിനിമയിൽ നിന്നും ഭാഗ്യം കൊണ്ടുവരുന്നത് കാണുന്നതിന് മുമ്പേ വി പി നായർ വിട പറഞ്ഞു. പിന്നെ അമ്മയുടെ ചിറകിനടിയിലാണ് മക്കളുടെ വളർച്ച. പെൺമക്കൾ 3 പെട്ടെന്ന് ശ്രദ്ധേയരായി. കലാരഞ്ജിനി, കൽപ്പന, ഉർവശി. ഇവരിൽ ഉർവശി ദക്ഷിണേന്ത്യൻ സിനിമയിലെ തന്നെ മാർക്കറ്റ് വാല്യുള്ള നായികയായി വളർന്നു. ഒരു മുന്താണി പിടിച്ച് മതിയല്ലോ അല്ലേ, വളർന്നു. കൽപ്പന കമൽഹാസനോടൊപ്പമൊക്കെ തമിഴിലും മലയാളത്തിലും ഹാസ്യവേഷങ്ങളിലൂടെ ശ്രദ്ധേയയായി. മനോരമ അമ്മയെപ്പോലെ, തമിഴ് സിനിമയിലെ മനോരമയെപ്പോലെ കൽപ്പന ചെയ്തു കൂട്ടിയ വേഷങ്ങൾ ആലോചിച്ചാൽ തന്നെ ചിരി വരുന്നതാണ്. കലാരഞ്ജിനിയാണ് ആദ്യം നായികയായത്. പക്ഷേ പെട്ടെന്ന് സ്വയം ഒതുങ്ങിപ്പോയി. അവർ ഒരു മേക്കപ്പ് മാൻ ചെയ്ത ഒരു ചെറിയ ചതിയിൽ ശബ്ദം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അവർ സ്വയം അങ്ങ് ഒതുങ്ങി. പേരും പ്രശസ്തിയും പണവും ഒക്കെ നേടിയിട്ടും ഈ 5 പേരുടെയും ദാമ്പത്യ ജീവിതം ശോഭനമായില്ല എന്ന് പറയാം. 5ാമൻ കല്യാണം കഴിച്ചില്ല. ഏറ്റവും ഇളയവൻ പ്രിൻസ് വിവാഹപ്രായം ആകും മുമ്പേ ഒരു പ്രണയത്തിൽ കുടുങ്ങുകയും പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തു. പെൺമക്കൾ 3 പേരും 3 പേർക്കും ഓരോ മക്കളായി. വിവാഹ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവം പറ്റിപ്പോയി. അവരിൽ ഉർവശി മാത്രം വീണ്ടും വിവാഹം കഴിച്ച് ഇപ്പോൾ അതിലൊരു മകനുമുണ്ട്. കലച്ചേച്ചിക്ക് ഒരു മോനാണ്. ഉർവശിക്കും കൽപ്പനയ്ക്കും ഓരോ പെൺകുട്ടികളാണ്. കൽപ്പനയെ വിവാഹം കഴിച്ചത് സംവിധായക ഇരട്ടകളായിരുന്ന അനിൽ ബാബുവിലെ അനിലായിരുന്നു. ഒരു മകളായപ്പോൾ എന്ത് കാരണമെന്നറിയില്ല പിരിഞ്ഞു. 2 പേരും എൻ്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. കൽപ്പനയും അതെ, അനിലും അതെ. ഇന്നേ വരെ നിങ്ങളെന്തിനു പിരിഞ്ഞു എന്ന് ഞാൻ അനിലിനോടും തിരക്കിയിട്ടില്ല. എൻ്റെ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യാൻ വന്നപ്പോൾ കൽപ്പനയോടും ഞാനത് തിരക്കില്ല. എന്തിനാ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു. ഉർവശിയെ സിനിമയിൽ പ്രബലരായ ആരൊക്കെയോ വിവാഹം കഴിക്കാൻ കൊതിച്ച നടിയാണ്. പക്ഷേ മനോജ് കെ ജയനായിരുന്നു വിധി നിയോഗം. അതിലൊരു മകളായി. എവിടെ വെച്ച് അവരുടെ ദാമ്പത്യ ജീവിതം ശിഥിലമായി. ഇരുവരും പരസ്പരം ചെളി വാരി എറിയാതെ വഴിപിരിഞ്ഞു. ഇരുവരും വേറെ വിവാഹിതരായി. 2 പേർക്കും ഓരോ ആൺകുട്ടികളായി സുഖമായി സന്തോഷമായി ജീവിക്കുന്നു. ഇവിടെയും മനോജ് കെ ജയൻ വ്യത്യസ്തനായി. പിരിയുമ്പോൾ മോള് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന മോളെ കൂടെ കൂട്ടി. കുഞ്ഞാറ്റയുടെ യഥാർത്ഥ പേര് തേജാലക്ഷ്മി എന്നാണ്. തേജാലക്ഷ്മി വളർന്നു വലുതായി. നവാഗതനായ ബിജു പീറ്റർ സംവിധാനം ചെയ്യുന്ന സുന്ദരിയാണ് സ്റ്റെല്ല എന്ന സിനിമയിലെ നായികയാകാൻ പോവുകയാണ്. സുന്ദരിയാണ് സ്റ്റെല്ല അതിലെ നായികയാവാൻ പോവുകയാണ്. സുന്ദരിയാണ് സ്റ്റെല്ലയുടെ ടൈറ്റിൽ ലോഞ്ചിങ് എറണാകുളത്ത് നടക്കുമ്പോൾ അതിൽ മനോജ് കെ ജയൻ പങ്കെടുക്കുകയും വളരെ വികാരവിവശനായി സംസാരിക്കുകയും ചെയ്തു. പഠനം കഴിഞ്ഞ ശേഷം കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം അച്ഛൻ്റെ 2ാം ഭാര്യയോടാണ് പറഞ്ഞത്. ആശ ആ വിവരം മനോജിനോട് പറഞ്ഞു. അവളുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എന്നാണ് ഈ കാര്യം കേട്ടപ്പോൾ മനോജ് ആദ്യം പറഞ്ഞത്. ദക്ഷിണേന്ത്യ കണ്ട
ഏറ്റവും മികച്ച അഭിനേത്രിയാണ് അവളുടെ അമ്മ ഉർവശി. കുഞ്ഞാറ്റയെ മനോജ് ചെന്നൈയിലേക്ക് കയറ്റിവിട്ടു, അനുഗ്രഹവും അഭിപ്രായവും വാങ്ങാൻ. ഉർവശി വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സിനിമ ചെയ്യേണ്ട എന്ന് മനോജ് പറയുമായിരുന്നു എന്നാണ് ആ ലോഞ്ചിങ് സ്ഥലത്ത് മനോജ് പറഞ്ഞത്. ഇക്കാര്യമൊക്കെ വിശദമായി പറഞ്ഞ മനോജ് വികാരവിവശനായി കണ്ണുകൾ തുടച്ചു. ഇത്രയും ഇഴയെടുപ്പം, മാനസികമായ ഇഴയെടുപ്പം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നെങ്കിൽ എന്തിനാ മനോജെ പിരിഞ്ഞത് എന്ന് ആ കരയുന്ന അയാൾ കണ്ണീര് തുടയ്ക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. അയാളുടെ മനസ്സിൽ ഇപ്പോഴും അവർക്കൊരു സ്ഥാനമുണ്ട്, അതുകൊണ്ടാണല്ലോ അയാൾ കരഞ്ഞത്. ഇമോഷണൽ എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അപ്പം അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത്, ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അപ്പം അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ നമ്മള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. കലാകാരൻ്റെ മനസ്സ് എപ്പോഴും നിർമ്മലമായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുഷ്ഠം പിടിച്ചതാകരുത് കലാകാരൻ്റെ മനസ്സ്. കുറേ കാശ് വന്നു കയറി, ഭരിക്കുന്ന സർക്കാരിൻ്റെ പിൻബലമുണ്ട്, കൂടെ നടക്കാൻ കുറേ വായി നോക്കികളുമുണ്ട്. ഒരു തലവേദന വന്നാൽ തീരാവുന്ന ആളാവക്കമേ ഉള്ളൂ എന്നറിയണം മനുഷ്യർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനുഭവങ്ങളിൽ നിന്ന്, ഞാൻ കണ്ട പലരിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഒരു തലവേദന മതി നിങ്ങളുടെ ജീവിതം തകിടം മറിയാൻ. കൂടുതൽ തുടിക്കരുത്, അത് കുഴി കൊണ്ട് ചാടിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 4-5 വർഷത്തെ മലയാള സിനിമാ രംഗം ഒന്ന് പരിശോധിച്ച് നോക്കൂ. വിനായകനെ പോലെ താന്തോന്നിത്തനം കാണിക്കുന്ന, അല്ലെങ്കിൽ താന്തോന്നിത്തനം പറയുന്ന മറ്റൊരാളെ നമുക്ക് പറയാൻ കഴിയില്ല. പുത്തൻ പണം വന്ന് കയറിയതിൻ്റെ കൊഴുപ്പാണ് ഇയാൾക്കെന്ന് ഞാൻ പറയും. ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരില്ല. എനിക്ക് തെറ്റുപറ്റി, തിരുത്താൻ വൈകി, നിങ്ങളെങ്കിലും ആ തെറ്റിലേക്ക് വീഴരുത് എന്ന് പറയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലെ എന്താ പറയുക, എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന വേടൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. കൊച്ചു പയ്യനല്ലേ, തെറ്റിലേക്ക് വേഗം വീണു. ജീവിത ചുറ്റുപാട് മാറിയപ്പോൾ കൂടെ കൂടാൻ ആളെ കിട്ടി, ഇഷ്ടം പോലെ പണം കിട്ടി, സർക്കാരിൻ്റെ പിന്തുണ കിട്ടി, എവിടെ പോയാലും ആരാധകരെ കിട്ടി. വേടം വഴിതെറ്റി, കേസും വക്കാണവുമായി. 2-3 ദിവസത്തെ ലോക്കപ്പ് വാസത്തിൽ അവൻ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഞാൻ നടന്ന വഴികൾ തിരുത്തണമെന്ന് സ്വയം ബോധം വരികയും അത് പരസ്യമായി പറയുകയും ചെയ്തവനാണ് വേടൻ. ലഹരികൾ ഉപയോഗിച്ചത് ഒരിക്കലും എൻ്റെ സർഗശക്തിയെ ഉണർത്തിയിട്ടില്ല എന്നും ഞാനതിൽ നിന്നൊക്കെ വഴി മാറുകയാണെന്നും എൻ്റെ പുതിയ തലമുറ ലഹരിയിലേക്ക് വീഴരുതെന്നും വേടൻ തുറന്നു പറയുന്നു. അതല്ലേ ഒരു കലാകാരന് വേണ്ടത് എന്നാണ് എനിക്ക് വിനായകനോട് ചോദിക്കാനുള്ളത്. അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് 9 സീനുകൾ അഭിനയിച്ച ശേഷം സിബി മലയിൽ പുറത്താക്കിയ ആളാണല്ലോ സലിംകുമാർ. എന്നിട്ട് കോട്ടയത്ത് നിന്ന് കൊച്ചി വരെ വരാൻ യാത്രാക്കൂലിക്ക് ഒരു 50 രൂപ പോലും കൊടുക്കാതെ ഇറക്കിവിട്ട നടനാണ് സലിംകുമാർ. സലിംകുമാർ പിന്നെ വളർന്നു, നിറയെ കാശുണ്ടാക്കി. 56 വയസ്സാകും മുമ്പ് രോഗഗ്രസ്തനാവുകയും അതിന് കാരണമെന്ന് പറഞ്ഞാൽ അമിതമായ ഒരു കൺട്രോളില്ലാത്ത മദ്യപാനം തന്നെയായിരുന്നു അയാളെ തകർത്തത്. കാറിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ഈ 56 വയസ്സുകാരനെ ഇറക്കുന്ന രംഗം കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് തോന്നുന്നത്. പരസഹായമില്ലാതെ കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. 56 വയസ്സേ ഉള്ളൂ. ആലോചിച്ച് മമ്മൂക്കയ്ക്ക് 74 വയസ്സായി എന്ന് ഓർക്കുക. അദ്ദേഹം കാറിൽ നിന്ന് ഇപ്പോഴും കാല് വീശി ഇറങ്ങുന്ന കാണുമ്പോൾ ഈ 56 വയസ്സുകാരൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. എനിക്ക് വലിയ വിഷമമാണ് തോന്നുന്നത് സലിംകുമാറിനെ അങ്ങനെ കാണുമ്പോൾ. തന്നെ മദ്യം നശിപ്പിച്ചു എന്നറിയാൻ സലിംകുമാറിന് 56 വയസ്സാകേണ്ടി വന്നു.
ഒരു സലിംകുമാർ മാത്രമല്ല ഇങ്ങനെ ആയത്. ആ തിരിച്ചറിവിൽ നിന്ന് പോകുന്നിടത്തെല്ലാം, പ്രസംഗിക്കുന്ന ഇടങ്ങളിലെല്ലാം ലഹരിക്കെതിരെ സലിംകുമാർ സംസാരിക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് ഞാൻ പറയും. തെറ്റ് ചെയ്യാത്തവരാരുമില്ലെന്നേ. ആ തെറ്റ് തിരിച്ചറിഞ്ഞ് ഞാൻ ഈ അവസ്ഥയിലായത് എൻ്റെ അമിതമായ മദ്യം കൊണ്ടാണ്, നിങ്ങളെങ്ങനെ ആകരുത് എന്ന് സലിംകുമാർ പ്രസംഗിക്കുന്നുവെങ്കിൽ അയാളെ അഭിനന്ദിക്കണം. അതിന് പകരം മദ്യം മൂലം ആരോഗ്യം നശിച്ചവൻ പോലും പൊതുവേദിയിൽ വന്ന് യുവതി യുവാക്കൾ ഉപദേശിക്കുകയാണെന്നും ചത്ത ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തരുതെന്നും ചാകാറായാൽ വീട്ടിൽ പോയിരുന്ന് ചത്തോളണം എന്നുമൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കുന്നവനെ എന്താണ് വിളിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വിടുന്നു. എത്ര ക്രൂരമായ മനസ്സെന്ന് ആലോചിച്ചോക്കേ. ക്രൂരമായ മനസ്സുള്ളവനെ അങ്ങനെ പറയാൻ പറ്റും. ഒരാൾ നനച്ചിരിക്കാതെ രോഗിയായി മാറിയപ്പോൾ അയാളെ പറയുന്നത് ചത്ത ശവങ്ങളെന്നാണ് പറയുന്നത്. സലിംകുമാറിനെ പറയുന്നതാണ്. രസം എന്താണെന്ന് ചോദിച്ചാൽ, സലിംകുമാറിൻ്റെ മകൻ ചന്തുവിനെ, നമ്മളെ മഞ്ഞുമൽ ബോയ്സിലൊക്കെ അഭിനയിച്ച ചന്തുവിനെ ആദ്യമായി കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഇവിടുത്തെ സീനിയർ നടന്മാരെന്ന് പറയുന്നവന്മാരൊക്കെ എന്നെ മാറ്റി നിർത്തിയിരുന്നടാ, നിൻ്റെ അച്ഛനില്ലേ സലിംകുമാർ, അയാൾ മാത്രമേ എന്നെ കൂടെ നിർത്തിയിട്ടുള്ളൂ, അതാണ്ടാ അയാളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞ മഹാനാണ് ഈ വിനായകൻ എന്ന് പറഞ്ഞവൻ. ഇപ്പോൾ പറയുന്നത് ചത്ത ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തരുത് എന്നാണ്. കാലം ആരോടും കണക്കുകൾ കൃത്യമായി ചോദിക്കുമെന്നാണ് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ചോരത്തിളപ്പും വലിയും കുടിയും ഉള്ളപ്പോൾ തോന്നുന്നതാണ് ഈ അഹങ്കാരമൊക്കെ. വീണാൽ കൂടെ നടക്കുന്ന ഒരു എംബോക്കിയും താങ്ങാനുണ്ടാകില്ല എന്ന് അറിയുന്നത് വിനായകന് നല്ലതാണ്. വിനായകൻ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോഴും പറഞ്ഞു അയാൾ ചത്തതിന് ഞാൻ തരുവാണോന്ന്. ഇവൻ ചാകുകയില്ല, ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ ചാവില്ല എന്നാണ് അവൻ വിചാരിക്കുന്നത്. പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പണ്ട് നല്ല വിവരമുള്ള ഒരാൾ ചോദിച്ചതാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു, പേരിലാണ് എല്ലാം ഇരിക്കുന്നതെന്ന് നമ്മുടെ സിനിമാക്കാരോട് ചോദിച്ചാൽ പറയും. മിസ്മാച്ചായ പേരിട്ട് സിനിമകളെ നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ ഞാൻ മറുപടി പറയും. ഉദാഹരണത്തിന് ബീഡി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് ശ്രീവിദ്യ പ്രധാന വേഷം ചെയ്തൊരു സിനിമയുണ്ട്. നല്ല ചിത്രമായിരുന്നു. ശ്രീവിദ്യയുടെ ശ്രീത്വമുള്ള മുഖം വച്ച് പോസ്റ്റർ അടിക്കുമ്പോൾ അതിൽ ബീഡി കുഞ്ഞമ്മ എന്ന് പേരിട്ടാൽ ഫാമിലി കയറില്ല എന്നുള്ള ബോധം പോലും ഇല്ലാതെ എടുത്തതുകൊണ്ടായിരിക്കണം ആ പടം നിലം തൊടാതെ പൊട്ടി. കല്ല് കാർത്തിയായിനി ഒരു പടത്തിൻ്റെ പേരാ. എന്നിട്ട് ജയൻ്റെ പടം വെച്ചാൽ ആ പടം ഓടുമോ? കല്ല് കാർത്തിയായിനി എന്ന് എഴുതിയിട്ട് ജയൻ്റെ തല വെച്ചാൽ ആ പടം ഓടില്ല. നീലവെളിച്ചം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ സിനിമ ആക്കിയപ്പോൾ ഇതേ പേര് മതിയെന്ന് എ വിൻസെൻ്റ് പറഞ്ഞു. നമുക്കിത് മതി, നീലവെളിച്ചം തന്നെ മതി. കാരണം താങ്കളുടെ ചെറുകഥ വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാമല്ലോ കഥ എന്താണെന്ന്. അവർ കയറട്ടെ. എന്നാൽ സിനിമയ്ക്ക് ഭാർഗവി നിലയം എന്നിട്ടാലും മതിയെന്ന് വാശി പിടിച്ചത് സാക്ഷാൽ വൈക്കം സുൽത്താൻ തന്നെയായിരുന്നു. പടം സൂപ്പർ ഹിറ്റായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാലാതിവർത്തിയായ വിജയമാണ്. ഭാർഗവി നിലയത്തെ ആഷിഖ് അബു റീമേക്ക് ചെയ്തു നീലവെളിച്ചം എന്നുള്ള പേരിൽ. നന്നായിട്ട് മോശമല്ലാത്ത പരാജയത്തിൻ്റെ രുചി എറിഞ്ഞു നീലവെളിച്ചം. മണ്ണ് എന്ന് പേരിടാനിരുന്ന സിനിമയ്ക്കാണ് പിന്നീട് കിരീടം എന്ന് പേരിട്ടത്. കിരീട ഉണ്ണിയെ മണ്ണുണ്ണി എന്ന് വിളിക്കേണ്ടി വന്നില്ല. ലക്ഷ്മി നായികയായിട്ട് വന്ന ഒരു കച്ചവടപ്പടം, വലിയ കളക്ഷൻ ഉണ്ടാക്കിയ ഒരു കച്ചവടപ്പടത്തിൻ്റെ ടൈറ്റിൽ കുറേ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള, ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമായി നിൽക്കുന്ന നമ്മൾ ടി എസ് സുരേഷ് ബാബുവിൻ്റെ അനുജൻ ടി എസ് അജി തൻ്റെ പുതിയ പരമ്പരയ്ക്ക് ഇടാൻ തീരുമാനിച്ചു. ആ പേര് ആ സിനിമയുടെ ടൈറ്റിൽ അതറിഞ്ഞുടൻ തന്നെ അതിൻ്റെ നിർമ്മാതാവ് വിളിച്ചു, ചൂടായി സജിയോട്. എൻ്റെ പടത്തിൻ്റെ പേര് നിൻ്റെ സീരിയലിന് ഇടരുത്, നിൻ്റെ ചേട്ടനാണെങ്കിൽ ഇടൂല എന്നുവരെ അദ്ദേഹം പറഞ്ഞു. സജി വഴക്കിനൊന്നും പോയില്ല, ആ പേരങ്ങ് ഒഴിവാക്കി. ഇപ്പോൾ മനസ്സിലായില്ലേ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാൻ പാടില്ല. പേരിലാണ് എല്ലാം ഇരിക്കുന്നത്. പറയാൻ വന്നത് ഇവിടുത്തെ കാര്യമല്ല, അങ്ങ് തമിഴകത്തെ കാര്യമാണ്. ഞാൻ ട്യൂണിട്ട പാട്ടിൽ തൊട്ടാൽ എനിക്ക് കോടികൾ തരണം എന്ന് വാശി പിടിക്കുകയും കോടതി കയറ്റുകയും ഒക്കെ ചെയ്യുന്ന മഹാനാണല്ലോ ഇളയരാജ. പൈസ മുടക്കി ഈ പാട്ട് റെക്കോർഡ് ചെയ്ത നിർമ്മാതാവിന് പോലും ഇളയരാജയെ കൊണ്ട് പൊറുതി മുട്ടുന്ന അവസ്ഥയുമാണ്.
ഇതിനെതിരെ പരസ്യമായി പ്രതികരിച്ചത് ഒരൊറ്റ ആളായിരുന്നു, ഗാനരചയിതാവായ വൈരമുത്തു. ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് നല്ല സംഗീതത്തിനൊപ്പം നല്ല വരികളും നല്ല ശബ്ദത്തിൽ പാടുകയും ഒക്കെ ചേർന്ന് കൂടിച്ചേരുമ്പോഴാണ് ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ഒരാൾ മാത്രം അല്ലെങ്കിൽ ഇളയരാജ മാത്രം കൊണ്ടുപോകണ്ടെന്നും ഒക്കെ വൈരമുത്തു വച്ച് കാച്ചി. 82-ാം വയസ്സിലും ഇളയരാജ വ്യവഹാരങ്ങളിൽ പിന്നോട്ടില്ലാതെ ഇക്കാര്യത്തിൽ നിൽക്കുന്നു. അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. 82 വയസ്സായിട്ട് ആയിരക്കണക്കിന് കോടി ഉണ്ടാക്കിയിട്ട്. തുടക്കകാലത്ത് ഇളയരാജയെ ഒരുപാട് സഹായിച്ച സാക്ഷാൽ SP ബാലസുബ്രഹ്മണ്യത്തിനെ പോലും കോപ്പിറൈറ്റ് പറഞ്ഞ് വിരട്ടുകയും കരയിക്കുകയും ചെയ്ത ആളാണ് ഇളയരാജ. സിംഗപ്പൂരിലെ എവിടെ ഒരു ഗാനമേളയ്ക്ക് പോകുമ്പോൾ അയാൾക്കൊരു ഫാക്സ് മെസ്സേജ് അയച്ചു, എൻ്റെ പാട്ടുകൾ ഏതെങ്കിലും എടുത്ത് ബാലസുബ്രഹ്മണ്യം പാടുകയാണെങ്കിൽ, SPB പാടുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അന്ന് SPB കരഞ്ഞു എന്നാണ് പറയുന്നത്. ഇളയരാജയെ വിരട്ടിയ വൈരമുത്തു ഇപ്പോൾ മറ്റൊരു പരാതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തൻ്റെ അനുമതിയില്ലാതെ താൻ എഴുതിയ പാട്ടിലെ വരികൾ പുതിയ സിനിമകൾക്കായി ഉപയോഗിക്കുന്നു എന്നതാണ് വൈരമുത്തുവിൻ്റെ പരിഭവം. താൻ എഴുതിയ പാട്ടുകളിലെ പല്ലവികൾ സിനിമാ പേരാവുന്നത് പതിവ് ശീലമാകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ വൈരമുത്തു പറയുന്നത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാട്ടുകളുടെ പല്ലവി എടുത്ത് പലരും സിനിമയുടെ ടൈറ്റിലാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. മര്യാദയുടെ പേരിൽ ഒരു വാക്ക് തന്നോട് ആരും ചോദിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് പൈസ വേണ്ട, പക്ഷേ എന്നോടൊരു വാക്ക് ചോദിക്കണം, മാന്യമായ ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പൊന്മാലയെ പൊഴുത് ഇളയുന്നില്ല, കണ്ണും കണ്ണും കൊള്ളയെടുത്താൻ, ഊരെ തെരിഞ്ഞു കിട്ടാൻ, പൂവേ പൂച്ചുടവ, മൗനരാഗം തുടങ്ങിയവ ഉദാഹരണമായി വൈരമുത്തു പറയുന്നു. ഞാൻ ആരെയും വഴക്ക് പറഞ്ഞിട്ടില്ല, നേരിട്ട് കാണുമ്പോൾ ഒന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. സമ്പത്ത് പൊതു സ്വത്തായി മാറാൻ സാധ്യതയില്ലാത്ത ഒരു സമൂഹത്തിൽ കുറഞ്ഞ പക്ഷം വിജ്ഞാനമെങ്കിലും പൊതു സ്വത്തായി മാറുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നും വൈരമുത്തു പറയുന്നു. എൻ്റെ വരികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അനുവാദം ചോദിക്കുന്നില്ല? ഞാനത് ചോദിച്ചാൽ അപമര്യാദയാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. വിണ്ണൈ താണ്ടി വരുവായ, നീതാനേ എൻ പൊൻവസന്തം എന്നിവ എൻ്റെ കവിതകളുടെ ടൈറ്റിലായിരുന്നു. അതും ആരും അനുവാദം ചോദിക്കാതെ സിനിമയുടെ ടൈറ്റിലാക്കി. വൈരമുത്തുവിന് അറിയില്ല, കേരളത്തിൽ പ്രശസ്തമായ പുസ്തകങ്ങളുടെയും കഥകളുടെയും ടൈറ്റിൽ വരെ അടിച്ചു മാറ്റുന്ന വേന്ദ്രന്മാരാണുള്ളത്. ഇപ്പോൾ MT വാസുദേവൻ നായരുടെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ചെറുകഥയുണ്ട്. അത് ഒരു ഉളുപ്പുമില്ലാതെ ഷാജിൻ കരൺ വാനപ്രസ്ഥം എന്ന പേരിൽ മോഹൻലാലിനെ നായകനാക്കി സിനിമയാക്കാൻ തീരുമാനിച്ചു. ചിത്രത്തിന് വാനപ്രസ്ഥം എന്നാണ് ഇടുന്നതെന്ന് അറിഞ്ഞപ്പോൾ MT വാസുദേവൻ നായർ നേരിട്ട് ഷാജിൻ കരണിനെ വിളിച്ചു. വാനപ്രസ്ഥം എന്നുള്ള പേര് ഉപയോഗിക്കരുത്. പക്ഷേ ഷാജിൻ കരുൺ ആ പേര് തന്നെ ഉപയോഗിച്ചു. അപ്പോൾ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ ചെറുകഥ സിനിമയാക്കിയപ്പോൾ മോഹൻലാലിനെ വെച്ച് ഷാജിൻ കരുൺ ചെയ്ത വാനപ്രസ്ഥം വന്നു പോയതുകൊണ്ട് വാനപ്രസ്ഥം എന്ന കഥ സിനിമയായപ്പോൾ അതിനെ തീർത്ഥാടനം എന്നാക്കി മാറ്റി. സുഹാസിനിയും ജയറാമും അഭിനയിച്ച സിനിമ, ആ കഥ വാനപ്രസ്ഥം എന്നുള്ളതാണ്, പക്ഷേ തീർത്ഥാടനം എന്ന് മാറ്റേണ്ടി വന്നു. അതുപോലെ തന്നെ പെരുമ്പടവൻ ശ്രീധരൻ സാറിൻ്റെ പ്രശസ്തമായ പുസ്തകമാണല്ലോ ഒരു സങ്കീർത്തനം പോലെ. അത് എൻ്റെ ഗുരുനാഥനായ ജേസു സാർ, ഞാൻ അസോസിയേറ്റായ സിനിമയ്ക്ക് സങ്കീർത്തനം പോലെ എന്ന് പേരിട്ടപ്പോൾ പെരുമ്പടവ് സാർ ജേസു സാറിനൊരു കത്തയച്ചു. സാർ ആ കത്ത് എൻ്റെ നിർമ്മാതാവിനെ അരുമ്പൂർ പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒന്നും വകവയ്ക്കാത്തൊരു നാടകക്കാരനാണ് എൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതലയിൽ നിൽക്കുന്നത്. അതൊരു ആളുകളിൽ നിന്ന് പൈസ പിരിച്ചെടുത്ത സിനിമയാണല്ലോ, നമുക്ക് ആ പേര് മാറ്റാമെന്ന് ജേസു സാർ എൻ്റെ പ്രസൻസിൽ പലവട്ടം പറഞ്ഞിട്ടും ഞാനും ശ്രീധരനുമായിട്ടുള്ള ബന്ധം നശിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഈ സിനിമ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് അരുമ്പൂർ പാപ്പച്ചൻ പറഞ്ഞത്. രസകരമായ ഒരു കഥ കൂടി പറഞ്ഞ് വാരഫലം, ഈ ആഴ്ചത്തെ വാരഫലം അവസാനിപ്പിക്കാം. VK ശ്രീരാമൻ, നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന ശ്രീരാമേട്ടനെ, VK ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ അറിയില്ല. ശ്രീരാമേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആളെ കണ്ടാൽ നമുക്കൊരു മൊശടനാണ് എന്ന് തോന്നും, പെട്ടെന്ന് പിണങ്ങും. നല്ല സഹൃദയനാണ് ശ്രീരാമേട്ടൻ. ഒരു ഉദാഹരണം പറയാം. സുഹൃത്തിൻ്റെ ലൊക്കേഷനിലേക്ക് ഒരു പുതുപുത്തൻ കാറിൽ, എനിക്ക് ആ കാറിൻ്റെ ഏത് കമ്പനിയുടെ എന്ന് പറയാൻ കഴിയുന്നില്ല, മാരുതിയുടെ ആണെന്ന് തോന്നുന്നു, ഒരു വലിയ കാർ. അതിൽ ഞാനും ശ്രീരാമേട്ടനും നിർമ്മാതാവ്, സുഹൃത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ സുകുമാരൻ ഷാർജിയും കൂടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്.
അപ്പോൾ അതിൽ മനോജ് കെ ജയൻ ചെയ്ത രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വേഷമുണ്ടല്ലോ, വലിയ വേഷമല്ലേ. ആ കഥാപാത്രത്തിന് ഓടിക്കാനായി ഒരു കാറ് വേണം. അയാൾ വരുന്ന മുഴുവൻ സീനുകളിലും ഈ കാറുണ്ട്. അതുകൊണ്ട് എന്നാൽ നമുക്കൊരു പുതിയ കാറ് വാങ്ങാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ വാങ്ങിയതാണ്. കാറിൻ്റെ സീറ്റിലിട്ടിരിക്കുന്ന ഈ പോളിത്തീൻ കവർ ഇട്ടിട്ടുണ്ടല്ലോ ഇല്ലാതാവാതിരിക്കാൻ, ആ പോളിത്തീൻ കവർ കീറിക്കളയാതെ അതിൽ ഇരിക്കാനൊരു സുഖമില്ല. നമ്മൾ അനങ്ങുമ്പോൾ ഒക്കെ ഒരു ശബ്ദം കേൾക്കുമല്ലോ പോളിത്തീനിൽ അനങ്ങുമ്പോൾ. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമേട്ടൻ എന്താ പറഞ്ഞു, ദിനേശേ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ അല്പന്മാരാണോ എന്ന് ചോദിച്ചു. നിർമ്മാതാവിൽ ഒരാളാണ് എൻ്റെ അടുത്തിരിക്കുന്നത്, സുഭാഷാർച്ച. ഒരു കാറെടുത്താൽ ആദ്യം ചെയ്യേണ്ടത് സീറ്റിലെ ഈ വെള്ളി പേപ്പർ ഇളക്കി കളയുന്നതല്ലേ. സീറ്റ് അഴുക്കാതിരിക്കാൻ നല്ല വിലയുള്ള ടവൽ വാങ്ങിയിടണം. ഇതൊരുമാതിരി സുമാർ ഷാർജ മിണ്ടാതിരിക്കുകയാണ്. ഞാനും മറുപടി പറഞ്ഞില്ല. കാറ് ലൊക്കേഷനിലെത്തി. ശ്രീരാമൻ ഇറങ്ങിയ ഉടനെ സുമാരൻ സാറ് എന്നോട് പറഞ്ഞു, ആ കവറുകൾ ഇളക്കി മാറ്റാൻ ആർട്ടിലെ ആരോടെങ്കിലും പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ശ്രീരാമേട്ടൻ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി. 10-30 കൊല്ലം മുമ്പ് പൊന്തമ്മാടയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തുള്ള ഓർമ്മയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ശ്രീരാമേട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാ ദിവസവും വായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ നായയെക്കുറിച്ച്. അപ്പോൾ പൊന്തമ്മാടയുടെ സമയമാണ്. കുന്നംകുളത്തിനടുത്തുള്ള മങ്ങാട്ടുപാടത്തും കൂറ്റനാട്ടുമൊക്കെ കൊടും വെയിലത്ത് ഷൂട്ട് കഴിഞ്ഞ് ഒരു നാൾ നേരത്തെ ഗുരുവായൂരിലെ വനമാല കുസുമം എന്ന് പറഞ്ഞ താമസ സ്ഥലത്തേക്ക് ക്രൂ തിരിച്ചെത്തി. അപ്പോൾ മാട പറഞ്ഞു, മമ്മൂട്ടിയെ പറയാണ്, മാട പറഞ്ഞു നമുക്ക് പുറത്തൊന്ന് കറങ്ങിയിട്ട് വന്നാലോ. എങ്ങടാ പോവുക എന്നായി ശ്രീരാമൻ. എങ്ങോട്ടെങ്കിലും, എന്നാ പോവാം, വീട് വണ്ടി വടക്കോട്ട് എന്ന് ശ്രീരാമേട്ടൻ പറഞ്ഞു. ആനക്കോട്ടയും തമ്പ്രാമ്പടിയും മുഖംമൂടി മുക്കും നമ്പീശൻ പടിയും കടന്ന് വടക്കോട്ടെത്തിയപ്പോൾ കണ്ടംപുള്ളി സ്കൂളിൻ്റെ മുന്നിൽ ഒരു ബഹളം. നമ്മൾ സ്കൂളെന്ന് പറയുമ്പോൾ ശ്രീരാമേട്ടന് സ്കൂൾ എന്നാണ് പറയുന്നത്. കാറ്, ബൈക്ക്, വണ്ടികൾ ഒക്കെ ധാരാളം തെങ്ങും പറമ്പിലൊക്കെ അവിടെ ഇങ്ങനെ കൂടി നിർത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രീരാമേട്ടൻ ഒരു കാര്യം ഓർത്തത്. നാളെ NMKയുടെ മോളുടെ കല്യാണമാണ്. ഇന്ന് കല്യാണത്തലേന്ന് മൈലാഞ്ചി ഇടൽ. ഈ കല്യാണത്തിനും മൈലാഞ്ചി ഇടലിനും ഒക്കെ ശ്രീരാമേട്ടനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ കക്ഷി മറന്നുപോയി. NMK നാട്ടിലെ പൗരപ്രമുഖനും രാഷ്ട്രീയ നേതാവുമാണ്, സഹൃദയനും സൗമ്യനുമാണ്. അപ്പോൾ ശ്രീരാമേട്ടൻ ഒന്നും പഠിക്കാതെ മമ്മൂക്കയോട് ചോദിച്ചു, ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാം. അതിന് എന്നെ ക്ഷണിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നായി മമ്മൂട്ടി. സാരമില്ല, നിങ്ങൾ വരുമ്പോൾ അങ്ങേർക്ക് സന്തോഷമാവും. അങ്ങനെ മറ്റ് വണ്ടികൾക്ക് ഇടയിലൂടെ സാഹസികമായി സൂസ്റ്റാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സൂപ്പർ സ്റ്റാറിനെ ശ്രീരാമേട്ടൻ എഴുതിയിരിക്കുകയാണ്. സൂസ്റ്റാർ വണ്ടി കല്യാണ പന്തലിൻ്റെ കവാടത്തിൽ ഷഡൻ ബ്രേക്കിട്ട് നിർത്തി. പന്തലിലേക്ക് കയറ്റണോ എന്ന് ചോദിച്ചു. എവിടെയും കയറ്റുമല്ലോ അദ്ദേഹം. പന്തലിലേക്ക് കയറ്റണോ എന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. കല്യാണ തലേന്ന് കൂടാമെന്ന ജനം ഇരമ്പി ആർത്തു. ഞങ്ങളെ ഒരുവിധം ഒരു മുറിയിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ മുറിയിൽ ഒരുവിധം NMK കടന്നുവെന്ന് പറഞ്ഞു. ഒരു സൂചനയെങ്കിലും തരായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതായത് മമ്മൂട്ടിയും കൊണ്ട് വരികയാണെന്ന് ഒരു സൂചനയെങ്കിലും തരാമായിരുന്നില്ലേ എന്നാണ് ശ്രീരാമനോട് ചോദിച്ചത്. ചോറ് വയ്ക്കാൻ കുത്തിയിരിക്കണേൽ മേശയും കസേരയും ബിരിയാണി ചെമ്പും തട്ടിമറിച്ച് ദാ ഈ റൂമിൻ്റെ ചുറ്റോറം വന്നിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ ചോറ് പാത്രം, ചെമ്പും കലവും മേശയും എല്ലാം തട്ടിപ്പറിച്ച് ഈ വാതിലിൻ്റെ ഈ മുറിയുടെ ചുറ്റും വന്നിട്ടുണ്ടെന്നാണ് പറയണേ. വാതിലും ജനലും തച്ചു പൊളിക്കുമെന്നാണ് തോന്നണേ. അതായത് വലിച്ചു പറിച്ച് ദൂരെ എറിയും ആരാധകർ എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. NMK അത് പറഞ്ഞപ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ് ഇപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ അടുത്തിരിക്കുന്നതാണ് NMK എന്ന് പറഞ്ഞ കഥാപാത്രം. NMKയുടെ വർത്തമാനം കേട്ട് ചിരിച്ചതല്ലാതെ സൂസ്റ്റാർ ഒന്നും പറഞ്ഞില്ല. NMK പറയുന്നത് കേട്ട് ചിരിച്ചതല്ലാതെ സൂപ്പർ സ്റ്റാർ ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ശ്രീരാമേട്ടന് ആ ധൈര്യം വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് നിങ്ങളെ വിളിക്കാത്ത കല്യാണത്തിനൊന്ന് കയറിയിട്ട് പോകാമോ എന്ന് മമ്മൂട്ടിയോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അത് കേട്ടപ്പോൾ ഒരു വൈമനസ്യമില്ലാതെ അദ്ദേഹം ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ വലിയ മനസ്സുള്ള ഒരാളിനെ കഴിയും. ഇപ്പോഴത്തെ ഈ കാരവാൻ സൃഷ്ടികളായ കുറേ നമുക്ക് നായികമാരും ഉണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരു താരം ഇങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് പോയില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. എന്തായാലും
എനിക്ക് ശ്രീരാമേട്ടൻ ഫേസ്ബുക്കിൽ എഴുതിയ സ്റ്റാറിനെ കുറിച്ചുള്ള ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വിളിക്കാത്ത കല്യാണത്തിന് ഞാനായാൽ പോലും പോവില്ല. അപ്പോൾ ഒരു വലിയ സൂപ്പർ സ്റ്റാർ കയറി ചെല്ലുക, ആ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ ആ കല്യാണം നടക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഒരു സന്തോഷം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ സിനിമാ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. വ്യത്യസ്തമാണ് ഓരോ സ്റ്റോറിയും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളും അങ്ങനെ വിശ്വസിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.